ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആദ്യകാല മലയാള സാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥാകാരിയുടെ പേര് എം സരസ്വതിബായി. കഥയുടെ പേര് തലച്ചോറില്ലാത്ത സ്ത്രീകൾ. ഗോവിന്ദൻ നായർക്ക് അത് തീരെ ബോധിച്ചില്ല. ഒരു ഉയർന്ന കുടുംബത്തിൽ ജനിച്ചവനും വളരെ വിദഗ്ധനും പണ്ട് ഒരു പത്രാധിപരും ഇപ്പോൾ അനേകം പത്രങ്ങളിലെ ലേഖകനുമായ തൻ്റെ സ്ഥിതിക്ക് ഭാര്യ സമീപസ്ഥരുടെ വീട്ടിൽ ഒരു ട്യൂഷൻ ടീച്ചറുടെ പണി സ്വീകരിക്കട്ടോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് തീരെ യോജിച്ചതല്ലോ. ഒരു സ്ത്രീ അവളുടെ കാലക്ഷേമത്തിനുള്ള പണം സമ്പാദിക്കൂ എന്നത് അവളുടെ സ്ത്രീത്വത്തിനോ അവളുടെ ഭർത്താവിൻ്റെ പുരുഷത്വത്തിനോ ഉചിതമായിട്ടുള്ളതല്ല. തങ്ങളുടെ ഭാര്യമാരുടെ ധനത്തെ സ്വന്തമായി വിചാരിച്ച് അനുഭവിക്കാൻ തൃപ്തിയുള്ള പുരുഷന്മാരെ എനിക്കറിയാം. ഞാൻ അങ്ങനെയുള്ളവനല്ല. എൻ്റെ ഭാര്യ പ്രയത്നം ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ചെലവ് കഴിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ല. ഒരു സ്ത്രീ പണത്തിനു വേണ്ടി എപ്പോൾ പ്രയത്നം ചെയ്യാൻ തുടങ്ങുന്നുവോ അപ്പോൾ അവളുടെ സ്ത്രീത്വവും ശ്രേഷ്ഠതയും നശിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയായിരിക്കേണ്ട. നിനക്കിപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? എന്ത് സഹായത്തിനും തയ്യാറായിട്ട് ഇപ്പോൾ ഞാനിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ അരയിൽ കൂടെ കൈയിട്ടുകൊണ്ട് ഗോവിന്ദൻ നായർ പറയുന്നു. അല്ലെങ്കിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ നിനക്ക് എന്തോന്നറിയാം? സിസറോ, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സ്പെൻസർ ഇവരുടെ കൃതികൾ വല്ലതും നീ വായിച്ചിട്ടുണ്ടോ? നീ ശുദ്ധ ഭ്രാന്തി. നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും. നിനക്ക് എത്ര പണം വേണം? ഞാനല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ നായർ ഭാര്യയൊന്ന് ചുംബനം ചെയ്ത് അകത്തേക്ക് പറഞ്ഞയച്ചു. കല്യാണിയമ്മയ്ക്ക് എന്തു പറയാൻ കഴിയും? അവർ ഇനിയും പുതുമോടികൾ എന്ന പോലെ പരസ്പരം ലാളിച്ചു വന്നു. അവർക്ക് രണ്ടാൾക്കും വളരെ സ്നേഹമുണ്ടായിരുന്നു. അവൾ അയാളെ സ്നേഹിച്ചിരുന്നു. എങ്കിലും തന്നെ അയാൾ ബുദ്ധിഗുണങ്ങൾ ഉള്ളവരുടെ സമത്വമായി ഗണിച്ചിരുന്നില്ലെന്നുള്ള ഒരു പരുഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നത് സ്നേഹാധിക്യം കൊണ്ട് അവൾ അമർത്തിയിരുന്നു. കല്യാണിക്കിപ്പോൾ പണത്തിന് അത്ര ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചതിന് അവൾ സമാധാനം പറഞ്ഞില്ലെങ്കിലും പണത്തിൻ്റെ ആവശ്യകത അതുകൊണ്ട് ഒഴിഞ്ഞില്ല. അരിയും വ്യഞ്ജനങ്ങളും മേടിച്ചതിന് കടയിൽ പണം കൊടുക്കാനുണ്ടായിരുന്നു. പാൽക്കാരന് 3 മാസത്തെ പണം കൊടുത്തിട്ടില്ല. റൊട്ടിക്കാരനും ഇറച്ചിക്കാരനും നമ്പർ പതിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. നെയ്ക്കാരൻ റെട്ടി ദിവസവും പണത്തിന് ഞെരങ്ങുന്നു. അലക്കുകാരനും അങ്ങനെ തന്നെ. ഗോവിന്ദൻ നായർ ഒരു വലിയ ലേഖകനാണെന്ന് പറഞ്ഞല്ലോ. ഒരാഴ്ചയുണ്ടെങ്കിൽ ഒരു റീം കടലാസ് മുഴുവനും ലേഖനങ്ങൾ എഴുതി ഉണ്ടാക്കാതിരിക്കില്ല. ഈ ലേഖനത്തിന് പത്രാധിപർ നിശ്ചയമായും 50 രൂപയെങ്കിലും തരാതിരിക്കില്ല എന്ന് പറഞ്ഞ് അയക്കാറുണ്ടായിരുന്ന ലേഖനങ്ങൾ എല്ലാം ഓരോന്നായി ഒരാളും സ്വീകരിക്കാതെ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഗോവിന്ദൻ നായർക്ക് ഒന്നുകൊണ്ടും ഇച്ഛാഭംഗം ഉണ്ടാകാറില്ല. പൊതുവെ തന്നെ വലിയ ഉത്സാഹിയാണ്. അതിൻ്റെ കൂടെ വേണ്ട ഗർവവും അഹങ്കാരവും ഉണ്ടായിരുന്നു. തൻ്റെ ലേഖനം ഒരു പത്രാധിപർ സ്വീകരിച്ചില്ലെങ്കിൽ ആ പത്രാധിപർക്ക് അതിൻ്റെ രസികത്വമറിയാനുള്ള തലച്ചോറില്ലാഞ്ഞിട്ട് മാത്രമാണ്. ഇതുതന്നെയാണ് ലോകത്തെ മഹാന്മാരായ ഗ്രന്ഥകാരന്മാരുടെ ഒക്കെയും അനുഭവം. അവരുടെ യോഗ്യത മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ചയിൽ നിശ്ചയമായും തനിക്ക് പണം കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ ദിവസവും ഭാര്യയോട് സമാധാനം പറഞ്ഞ് കഴിച്ചുകൂട്ടുന്നു. ഗോവിന്ദൻ നായർ വളരെ സ്വത്തുള്ള ഒരു പുരാതന കുടുംബക്കാരനാണ്. എന്നാൽ സ്വത്തിന് മാത്രം അവകാശം ഇല്ലെന്നുള്ള സ്ഥിതിയായിരിക്കുകയാണ്. ഗോവിന്ദൻ നായർക്ക് നാട്ടിൽ വളരെ പ്രസിദ്ധിയുണ്ട്. അയാൾ പ്രസിദ്ധനായ ഒരു പ്രാസംഗികനും ഒരു പത്രാധിപരുമാണ്. പ്രസിദ്ധി മുഴുവൻ
തൻ്റെ പ്രവൃത്തിയുടെ യോഗ്യതയോ ഉത്സാഹമോ കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിരുന്നില്ല. തൻ്റെ അഭിപ്രായങ്ങൾ സാധാരണ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളായിരുന്നു. വേണമെങ്കിൽ പ്രസിദ്ധിക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിരിക്കണമെന്ന് ഒരു സിദ്ധാന്തവും ഉണ്ടായിരുന്നു. ഗോവിന്ദൻ നായരുടെ സാധാരണ വേഷം തന്നെ വളരെ ഉയർന്ന മട്ടിലാണ്. കഴിയുമെങ്കിൽ യൂറോപ്യൻ മാതൃകയിൽ തന്നെ തൻ്റെ ദിനചര്യകൾ എല്ലാം നടന്നാൽ കൊള്ളാമെന്നുണ്ട്. തൻ്റെ സംബന്ധം സാമാന്യം കഴിച്ചിലിന് മാത്രം സ്വത്തുണ്ടായിരുന്ന ഒരു ക്ഷയിച്ച നായർ കുടുംബത്തിലെ ഒരു ശാഖയിലായിരുന്നു. താൻ സംബന്ധം ചെയ്ത പ്രതാപകാലത്ത് തനിക്ക് അതിനേക്കാൾ ഉയർന്ന കുടുംബത്തിൽ ഒരു ഭാര്യയെ കിട്ടുമായിരുന്നെങ്കിലും തൻ്റെ സംബന്ധം കൊണ്ട് ഒരു സ്ത്രീയുടെ കുടുംബത്തെ ഉയർത്തുകയല്ലാതെ ഭാര്യയുടെ സഹായം കൊണ്ട് തനിക്കൊന്നും ഉണ്ടാകാനില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണിയമ്മയെ വിവാഹം ചെയ്തത്. കല്യാണിയമ്മയും അവരുടെ മാതാവും മാത്രമേ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മകളുടെ ഭർത്താവിൻ്റെ സൗന്ദര്യവും പ്രസിദ്ധിയും പ്രതാപവും കണ്ട് പരിഭ്രാന്തയായ മാതാവ് മരുമകന് വേണ്ടി എന്ത് നഷ്ടവും അനുഭവിക്കാൻ തയ്യാറുമായിരുന്നു. ഗോവിന്ദൻ നായരിൽ നിന്നുള്ള സഹായം കല്യാണിയമ്മയ്ക്ക് വിവാഹം കഴിഞ്ഞ കാലത്ത് മേടിച്ചിരുന്ന കുറെ പുടവകൾ, റൗക്കകൾ, സോപ്പുകൾ, ബനാറസുകൾ, സെന്റുകുപ്പികൾ ഇതൊക്കെ മാത്രമേ പറയത്തക്കതായി ഉണ്ടായിരുന്നുള്ളൂ. ലേഖനമെഴുത്തിൽ നിന്ന് സ്വല്പമായൊരു തുക ചിലപ്പോഴൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അത് ഗോവിന്ദൻ നായരുടെ ചെലവിനെ അപേക്ഷിച്ച് വളരെ നിസ്സാരമായിരുന്നു. നായരുടെ ജീവിതം സുഖമായിരിക്കുമെന്ന് വിചാരിച്ച ശേഷം വേണ്ടതെല്ലാം അമ്മ തന്നെ അന്വേഷിച്ചു വന്നു. സാധാരണ ചുറ്റുമുള്ളവർക്കൊപ്പമായിരുന്നുവെങ്കിൽ വീട്ടു ചെലവും പ്രയാസം കൂടാതെ കല്യാണിക്കുട്ടിയുടെ അമ്മ നടത്തിപ്പോരുമായിരുന്നു. എന്നാൽ ഗോവിന്ദൻ നായരുടെ യൂറോപ്യൻ മാതിരിയിലുള്ള ദിനചര്യകൾ അവരുടെ സ്വന്തം സ്വത്തിനെ വേഗം നശിപ്പിച്ചു തുടങ്ങി. ഗോവിന്ദൻ നായർക്ക് മാസം പിറന്ന ഉടൻ വീട്ടിൽ നിന്ന് കുറെ രൂപ വരാനുണ്ട്, അല്ലെങ്കിൽ പത്രം അച്ചടിപ്പിച്ച വകയിൽ കുറെ രൂപ കൊടുക്കാനുണ്ട് എന്നിങ്ങനെ ഓരോ കാരണങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഇങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞു. കല്യാണി അമ്മയുടെ പൂർവ്വസ്വത്ത് പാതിയായി തീർന്നു. അപ്പോഴേക്കും തൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അസഹനീയമായി തീർന്നിട്ടോ ഈ മാതിരി വീട്ടുഭരണം മകൾ തനിയെ നടത്തിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചോ അതല്ല തൻ്റെ കാലം തന്നെ അവസാനിച്ചിട്ടോ അമ്മ ഏതായാലും കാലഗതിയെ പ്രാപിച്ചു. പിന്നെ കല്യാണിയമ്മയ്ക്ക് കുഞ്ഞുങ്ങളും ഓരോന്നായി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ വീട്ടു ചെലവുകൾ കഴിച്ചു കൂട്ടുന്നതിന് വേറെ സഹായം കൂടാതെ വളരെ ഞെരുക്കമാണെന്ന് കണ്ടപ്പോഴാണ് ആയിടയ്ക്ക് സമീപത്ത് പാർക്കാൻ വന്ന 1-2 വീട്ടിലെ കുട്ടികൾക്ക് ദിവസം ഓരോ മണിക്കൂർ നേരത്തേക്ക് ഒരു ട്യൂഷൻ ടീച്ചറെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ആ പണി താൻ സ്വീകരിക്കട്ടോ എന്ന് ഗോവിന്ദൻ നായരോട് ചോദിക്കുകയും ചെയ്തത്. അഭിമാനിയായ നായർക്ക് ഇത് തൻ്റെ അഭിമാനത്തിന് വലിയ കുറവായി തോന്നിയതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ. ഗോവിന്ദൻ നായരുടെ എഴുത്തിൻ്റെ രീതി സാധാരണക്കാർക്ക് അത്ര രുചിക്കുന്നതായിരുന്നില്ല. കഥകളും പ്രസംഗങ്ങളും മറ്റും പത്രങ്ങൾക്കും മാസികകൾക്കും അയക്കുന്നതിന് മുമ്പേ തനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് കല്യാണിയമ്മ ആവശ്യപ്പെടും. ആദ്യകാലങ്ങളിൽ കല്യാണിയമ്മ അഭിപ്രായങ്ങളും പറയും. അതൊന്നും ഗോവിന്ദൻ നായർക്ക് രസിക്കില്ലെന്ന് മാത്രമല്ല, അടുക്കളയിൽ കിടക്കുന്ന നിങ്ങൾക്ക് സാഹിത്യത്തെക്കുറിച്ച് എന്തറിയാം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കളയാറുമുണ്ടായിരുന്നു. കല്യാണിയമ്മയിൽ നിന്ന് താൻ വിചാരിക്കുന്ന സ്തുതിയൊന്നും കിട്ടാറില്ലെന്ന് കണ്ടതു മുതൽ ഗോവിന്ദൻ നായർ താൻ എഴുതുന്നതൊന്നും അവരെ വായിച്ച് കേൾപ്പിക്കാറില്ലാതെയായി. നായരുടെ പ്രസംഗങ്ങൾ കല്യാണിയമ്മയ്ക്ക് വാസ്തവത്തിലും തീരെ മനസ്സിലാകാറുമുണ്ടായിരുന്നില്ല. പല പത്രാധിപന്മാർക്കും അയച്ച് ഓരോരുത്തരും സ്വീകരിക്കാതെ തീരെ വന്ന് കിടക്കാറുള്ള ലേഖനങ്ങൾ ഒടുവിൽ നായർ കുപിതനായി വലിച്ചു വല മൂലയിലും എറിയാറുള്ളത് ചിലപ്പോൾ കല്യാണിയമ്മ എടുത്തു വായിച്ച് നെടുവീർപ്പോടുകൂടി ഭർത്താവിനോട് ഇങ്ങനെ പറയും: അവിടത്തോളം തന്നെ വായനക്കാരും എല്ലാവരും പഠിത്തത്തിലും ബുദ്ധിയിലും ഉയർന്നവരായിരിക്കില്ല. അവിടുന്ന് എഴുതുന്നത് സാധാരണ വായനക്കാർക്ക് മനസ്സിലാക്കാനും രസിക്കാനും കഴിയുന്നതാണെങ്കിൽ മാത്രമേ പത്രാധിപന്മാർ സ്വീകരിക്കുകയോ പ്രസിദ്ധം ചെയ്യുകയോ ചെയ്യൂ. നാട്ടിലിപ്പോൾ പത്രങ്ങളും മാസികകളും വായിക്കാറുള്ള ആളുകളിൽ 100-90 ആളുകളും എന്നെപ്പോലുള്ള സാധാരണ ആളുകളെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് എഴുതുന്ന പ്രസംഗങ്ങളും കഥകളും എനിക്ക് മനസ്സിലാവുകയോ രസിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു കൊണ്ടാൽ മതി എന്ന് ചിലപ്പോൾ
കല്യാണിയമ്മ ഗുണദൂഷിക്കാറുള്ളതിനെ പുച്ഛസൂചകമായൊരു ചിരിയും ചിരിച്ച് ഗോവിന്ദൻ നായർ തള്ളിക്കളയുകയല്ലാതെ അതിൽ വല്ലതും അർത്ഥമുണ്ടോ എന്നൊരിക്കലും ആലോചിക്കാൻ ശ്രമിച്ചിട്ടില്ല. വിശേഷിച്ചും നായർക്ക് ഭാര്യയെക്കുറിച്ച് വളരെ വാത്സല്യമായിരുന്നുവെങ്കിലും സ്ത്രീകളെക്കുറിച്ച് വളരെ പുച്ഛമായിരുന്നു. സാഹിത്യവിശേഷങ്ങളെ പരിഗണിക്കാറുള്ള തലച്ചോറ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ലെന്നുള്ളതിന് ഏത് കോർട്ടിലും സാക്ഷ്യം പറയാൻ അദ്ദേഹം തയ്യാറുമാണ്. സ്ത്രീകളുടെ പേര് വെച്ച് പ്രസിദ്ധം ചെയ്തിട്ടുള്ള സകല ഗ്രന്ഥങ്ങളും അവരുടെ ഭർത്താക്കന്മാരുടെയോ പരിചയക്കാരുടെയോ കൃതികളാണെന്ന് അദ്ദേഹം തെളിയിക്കാനും തയ്യാറാണ്. ഒരു ദിവസം ഗോവിന്ദൻ നായർ മടങ്ങി വന്ന തൻ്റെ ലേഖനങ്ങളെ കണ്ടിട്ടുള്ള വൈരാഗ്യത്തോടുകൂടി, ഈ മണ്ടന്മാരായ പത്രാധിപന്മാർ എല്ലാവരും കൂടി എൻ്റെ നേർക്ക് യോജിച്ച് വിരോധം തുടങ്ങിയിരിക്കുകയാണ്. അതിന് സംശയമില്ല. ഞാൻ സ്വാതന്ത്ര്യ ഘോഷിണി എന്ന പത്രത്തിൽ പണ്ട് ഇവരിൽ പലരെയും കുറിച്ച് ഓരോന്ന് ആക്ഷേപിച്ചെഴുതാൻ ഇടയായിട്ടുണ്ട്. ആ വൈരാഗ്യം അവർ മറന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ബാലകൃഷ്ണൻ നായരുടെ കഥകൾക്കും പ്രസംഗങ്ങൾക്കും മറ്റും എൻ്റെ കഥകളെക്കാളും എന്ത് വിശേഷമാണുള്ളത്? ഏത് മാസിക എടുത്താലും ബാലകൃഷ്ണൻ നായരുടെ കഥകളേ ഉള്ളൂ. അയാളുടെ കഥകൾ തരക്കേടില്ലെന്ന് പോട്ടെ, എന്നാലും എന്നോളം തന്നെ വാചക സാരല്യവും ഗാംഭീര്യവും അയാൾക്ക് തീർച്ചയായിട്ടുമില്ല. അയാൾക്ക് സംസ്കൃതത്തിൻ്റെ ഗന്ധം പോലും ഇല്ലെന്ന് തോന്നുന്നു. വാചക ഭംഗി പോരെങ്കിലും വാസ്തവത്തിൽ കഴിഞ്ഞ തവണത്തെ ഘോഷണിയിൽ ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ നായരുടെ സ്വയംകൃതമായ ആപത്ത് എന്നെ വളരെ വിസ്മയിപ്പിച്ചു. എന്നാൽ ഞാനായിരുന്നെങ്കിൽ ആ കഥയെ അങ്ങനെയാവാൻ വിടില്ലായിരുന്നു എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കല്യാണിയമ്മ ആ സമയത്ത് തച്ചുകൊണ്ടിരുന്ന ഒരു റൗക്കയിൽ ഒരു പ്രയാസമുള്ള വേല ചെയ്യാനായി കുനിഞ്ഞു സൂക്ഷിച്ചു നോക്കിയേണ്ടിയിരുന്നുകൊണ്ട് അവളുടെ മുഖം നായർക്ക് നല്ലവണ്ണം കാണാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. എല്ലാ മാസികകളിലും ബാലകൃഷ്ണൻ നായരുടെ കഥകളുണ്ടായിരിക്കും. നായർ അയക്കാറുള്ള ലേഖനങ്ങൾ മിക്കവയും സ്വീകരിക്കപ്പെടാതെ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. ഗോവിന്ദൻ നായരുടെ പേരിന് എങ്ങനെ ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് താൽക്കാലികമായ വിഷയങ്ങളെപ്പറ്റിയുള്ള ചില ലേഖനങ്ങൾ മാത്രം ചില പത്രാധിപന്മാർ സ്വീകരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് കിട്ടിവന്ന ആദായം വളരെ തുച്ഛവും അയാളുടെ പരിഷ്കൃതമായ ദിനചര്യകൾക്ക് തികയാതെയുമിരുന്നു. ഇതിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗോവിന്ദൻ നായർ ഒരു കടലാസം കൊണ്ട് ഭാര്യയുടെ മുമ്പേ വന്നു. എന്നിട്ട് തിടുക്കത്തിൽ പറഞ്ഞു, കല്യാണി, നോക്ക്, തേടിയ വള്ളി കാലിൽ ചുറ്റിയത്. ഞാൻ എത്രയോ നാളായി ഇങ്ങനെ ഒരു തരം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഭാഷാ സാഹിത്യ പരിപാലന മഹാസഭയിൽ നിന്ന് സമ്മാനങ്ങൾ നിശ്ചയിച്ച് കുറേ പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാം തരം ഒരു സാമുദായിക നോവലിന് സമ്മാനം ₹500, രണ്ടാം തരത്തിന് ₹300, മൂന്നാം തരത്തിന് ₹200. ഇതിൽ നിശ്ചയമായിട്ടും ഒന്നാം സമ്മാനം എനിക്ക് കിട്ടാതെ വരികയില്ല. ഭാഗ്യം കൊണ്ട് ഇത് കണ്ട മാത്രയിൽ എനിക്കൊരു രസികൻ കഥയും തോന്നിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ എന്ത്, മൂന്നാം തരം ₹200 കൊള്ളാതെ വരില്ലല്ലോ. പത്രാധിപന്മാരെ പോലെ സഭക്കാർ പക്ഷപാതം ചെയ്യില്ല. സഭയിൽ സമ്മാന നിശ്ചയം ചെയ്യുന്നത് പല ആളുകളും കൂടിയാണല്ലോ. അതുകൊണ്ട് പക്ഷപാതത്തിനോ വൈരത്തിനോ ഇടയുണ്ടായിരിക്കില്ല. കല്യാണിയുടെ കാപ്പും തോടയും പണയത്തിലിരിക്കുകയല്ലേ, കൂട്ടാക്കേണ്ട. സമ്മാനങ്ങൾ വരുന്ന കന്നിമാസം 25-നാണ് കൊടുക്കുന്നത്. തുലാമാസത്തെ ആറാട്ടുത്സവം കാണാൻ പോകുമ്പോൾ നിനക്ക് എല്ലാ ആഭരണങ്ങളും ഇട്ടുകൊണ്ട് തന്നെ പോകാം. ഒന്നാം തരത്തിലൊരു ബനാറസും ഒരു ജോഡി പൂട്ടുവളയും കൂടെ ഞാൻ വരുത്തി തരാം. നമ്മുടെ കഷ്ടകാലം എല്ലാം തീർന്നു. സമ്മാനം തന്നെ ₹500. ഉടനെ അത് അച്ചടിക്കാൻ അവകാശം കിട്ടാൻ ആരും ആദ്യത്തെ പതിപ്പിന് മാത്രം ₹1000 തരാതിരിക്കില്ല. 1500 ആയില്ലേ. പിന്നെ നമുക്കതിനെ സ്കൂൾ ടെസ്റ്റായി വെപ്പിക്കാൻ വലിയ പ്രയാസമില്ല. അയ്യര് ഞാൻ പറയുന്നത് പോലെ കേൾക്കും. അങ്ങനെയാകുമ്പോൾ അടുത്തോണ്ട് ഒരു 6 പതിപ്പെങ്കിലും വേണ്ടിവരും. പതിപ്പൊന്നിന് ₹1000 വീതമായിരുന്നാലും ₹6000 എന്തിന്? എല്ലാം കൂടെ ഒരു ₹7,000-8,000 വരെ നമുക്ക് കിട്ടാതെ വരികയില്ല. പിന്നെ നമുക്ക് എന്തു വേണം? നീ ഒരു കാര്യം മാത്രം ചെയ്യണം. കുഞ്ഞുങ്ങളൊന്നും കരയാതെ സൂക്ഷിച്ചു കൊള്ളണം.
ഞാൻ എഴുതാനിരിക്കുമ്പോൾ എല്ലാം നിശബ്ദമായിരിക്കണം. രാത്രി എനിക്ക് കുറേയധികം ഉറക്കമൊഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പാൽക്കാരനോട് ഇപ്പോൾ തരുന്നതിൽ നിന്ന് ഇടങ്ങഴി പാൽ കൂടെ വൈകുന്നേരം ദിവസവും തരാൻ പറയണം. ബാക്കി എല്ലാം കൂടി താമസിയാതെ തീർത്തു കൊടുത്തേക്കാം. പാവം, അവന് കുറെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. രൂപ വരട്ടെ, ഒരു 100 രൂപ വേണമെങ്കിൽ അവന് കൊടുത്തേക്കാം. അവൻ അതുകൊണ്ട് കുറെ പശുക്കൾ കൂടി വാങ്ങിക്കാൻ കഴിയുമല്ലോ. നമുക്ക് പണം കുറേശ്ശെ തിരിച്ച് തന്നേച്ചാൽ മതി. ഇല്ലെങ്കിലും വേണ്ടില്ല, പാലായിട്ട് തന്നേച്ചാലും മതി. അതും നമുക്ക് പണം തന്നെയാണല്ലോ. കല്യാണി അമ്മയ്ക്ക് ഭർത്താവിൻ്റെ ഇമ്മാതിരി അതിമുഖങ്ങൾ വളരെ പരിചിതങ്ങളും അവ പിന്നീടുള്ള ഇച്ഛാഭംഗത്തിനും മനസ്താപത്തിനും കാരണമാണെന്ന് അറിയാമായിരുന്നവയുമായതുകൊണ്ട് ഈ ഔദാര്യമെല്ലാം സമ്മാനം കിട്ടിയതിൽ പിന്നെ ആലോചിച്ച് കൊണ്ടാൽ മതിയെന്നും പറഞ്ഞത് നായർക്ക് ഒട്ടും രസിച്ചില്ല. എന്നാൽ തൻ്റെ യോഗ്യത മനസ്സിലാക്കാൻ മാത്രം ഭാര്യയ്ക്ക് പഠിത്തവും ബുദ്ധിയും പോരെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുകൊണ്ട് കല്യാണിയമ്മ എന്തു പറഞ്ഞാലും നായർക്ക് ദേഷ്യം വരാറില്ലായിരുന്നു. കല്യാണിയമ്മ ഭർത്താവിനോട് കടലാസ് മേടിച്ച് പരസ്യത്തിനെ ശ്രദ്ധയോടെ വായിച്ചിട്ട് കുറേ നേരം ആലോചനയിലാണ്ടിരുന്നു. ഒടുവിൽ ഈ കഥകൾ എഴുതാൻ എത്ര ദിവസം വേണം എന്ന് ചോദിച്ചു. ഇന്ന് മിഥുനം 16 ചിങ്ങമാസം 10 മുമ്പ് നോവൽ സഭാ സെക്രട്ടറിയുടെ കൈവശം കിട്ടണം. 7 ആഴ്ചകളോളമുണ്ട്. 6 ആഴ്ചകൾ എഴുതാൻ തന്നെ വേണ്ടിവരും. അപ്പോൾ ഇടയ്ക്ക് വേറൊന്നും എഴുതാൻ നേരമുണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് വർത്തമാന പത്രങ്ങളും മാസികകളും എഴുതാനേ കഴിയില്ല. ആ ആദായം വേണ്ട, നമുക്ക് അത് കൂടാതെ കഴിക്കാം. കല്യാണിയമ്മയ്ക്ക് ഇതെത്ര ബോധിച്ചോ എന്ന് നിശ്ചയമില്ല. ഏതായാലും അവർ ഒന്നും അഭിപ്രായം പറഞ്ഞില്ല. ഗോവിന്ദൻ നായർ അന്ന് മുതൽ ബംഗ്ലാവിൻ്റെ വാതിലുമടച്ച് നോവൽ എഴുതാൻ തുടങ്ങി. കല്യാണിയമ്മ കുഞ്ഞുങ്ങൾ കരയാതെ സൂക്ഷിച്ചും കൊണ്ട് അടുക്കളയിലും ഇരിപ്പായി. മാസം 1 കഴിഞ്ഞപ്പോൾ നോവലും ഒട്ട് പകുതിയിലധികമായി. നായർ നോവൽ എഴുതുന്ന രസത്തിൽ മുഴുവനും മുങ്ങിയിരിക്കുകയായിരുന്നു. ഒരിക്കൽ കല്യാണിയോട് ചോദിച്ചു, കല്യാണി, ഇതുപോലെ മലയാളത്തിൽ ഒരു നോവൽ ഒരിക്കലും ആരും എഴുതിയിട്ടില്ല. നവരസങ്ങളും അതിൽ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ദാരിദ്ര്യം ഏതായാലും നശിക്കാറായി. വീട് മേച്ചലിന് ഓല നീ എങ്ങനെ മേടിച്ചു? പാൽക്കാരനെ കണ്ടപ്പോൾ എനിക്ക് വലിയ ലജ്ജ തോന്നി. എന്നാൽ അവൻ എന്നോടൊന്നും ചോദിച്ചില്ല. നമ്മുടെ കടയിലെ പട്ടരും ഈയിടെ പണത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. നിനക്കും കുട്ടികൾക്കും സൗഖ്യം തന്നെയോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. നമ്പർ പതിപ്പിക്കാനോ മറ്റോ ഭാവമുണ്ടോ എന്ന് അറിഞ്ഞില്ല. എന്നാൽ എന്നോട് കാണിച്ച ലോഹ്യങ്ങളൊന്നും വേണ്ടായിരുന്നുവല്ലോ. അതില്ല, പണം കിട്ടിയാൽ നാം കൊടുക്കാതിരിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അതുതന്നെ. കല്യാണി, ഇന്ന് കോഴിക്കോട്ട് ആനന്ദദായിനി പത്രാധിപർ ഗോപാലമേനോനും 2 സ്നേഹിതന്മാരും എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. അവർക്ക് കാപ്പി കൊടുക്കണം. അവരെ എതിരേൽക്കാൻ ഇവിടത്തുകാർ ഒരു 4 ആളെ കൂടി ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു 8 പേർക്കുള്ള കാപ്പിയും പലഹാരവും ഉണ്ടായിരിക്കണം. മട്ടൻ കട്ട്ലേറ്റ്, ബോളി, ലാഡ്, റൊട്ടി, കുറെ പഴം, കാപ്പി, ഇത്രയും മതി. എല്ലാം 4 മണിക്ക് തയ്യാറാകണം. നമ്മെക്കുറിച്ച് ഇവരൊക്കെ വലിയ കാര്യമായിട്ട് വിചാരിക്കുകയാണ്. ഞാനന്ന് കോഴിക്കോട്ട് നായർ സമാജത്തിന് പോയിരുന്നപ്പോൾ എന്നോട് എന്ത് സൽക്കാരമാണ് കാണിച്ചത്. അതുകൊണ്ട് ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ഗോപാലമേനോനെ ഇവിടെ താമസിക്കാൻ ഞാൻ ക്ഷണിക്കുമെന്ന് പക്ഷേ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ തൽക്കാല സ്ഥിതിക്ക് അത് പ്രയാസമായതുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കാം. 4 മണിക്ക് എല്ലാം സുമാറായിരിക്കണേ. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല അലക്കിയ ഉടുപ്പുകൾ കൊടുക്കണേ. ഇല്ലെങ്കിൽ വേണ്ട, കുഞ്ഞുങ്ങളെ അടുത്ത വീടുകളിൽ വല്ല എടുത്തും അയച്ചേക്കൂ. അവർ പോയിട്ട് വന്നാൽ മതി. പിന്നൊരു ദിവസം പതിവ് പോലെ മടങ്ങി വന്നുകൊണ്ടിരുന്ന ലേഖനക്കെട്ടുകൾ അദ്ദേഹത്തെ ഒട്ടധികം ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തു വന്ന കല്യാണിയമ്മയോട് പറഞ്ഞു, എന്താ ചെയ്യുക? ഈ മണ്ടന്മാരായ പത്രാധിപന്മാർക്കുണ്ടോ എൻ്റെ യോഗ്യത അറിയാൻ കഴിയുന്നു? അവർക്കൊക്കെ ബാലകൃഷ്ണൻ നായർ എഴുതുന്ന വല്ല മണ്ടത്തരങ്ങളല്ലാതെ ഞാൻ എഴുതുന്നതൊന്നും രസിക്കാൻ കഴിയുന്നില്ല. ഈ ബാലകൃഷ്ണൻ നായർ എൻ്റെ ശത്രുവായി തീർന്നിരിക്കുകയാണ്. എല്ലാ മാസികകളിലും
അയാളുടെ കഥകളും ലേഖനങ്ങളുമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ ബാലകൃഷ്ണൻ നായർ ഇനിയത്തെ ഒരു വലിയ ഗ്രന്ഥമെഴുത്തുകാരനായി തീർന്നേക്കും. അയാൾക്ക് യോഗ്യതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അയാൾ എഴുതുന്ന മാതിരി മണ്ടത്തരങ്ങളാണ് ആളുകൾക്ക് സാധാരണയായി വേണ്ടത്. അയാളുടെ ലേഖനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ ലേഖനങ്ങൾ ഇങ്ങനെ എല്ലാവരും തിരിച്ചയക്കുകയില്ലായിരുന്നു. അയാളുടെ ആവിർഭാവം എൻ്റെ നാശമായി തീർന്നിരിക്കുകയാണ്. കല്യാണിയമ്മ വേറെ ജോലിയിൽ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് ഇടയ്ക്കൊന്നും തന്നെ പറഞ്ഞില്ലെങ്കിലും ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു: അവിടുന്ന് അയാൾ ഘോഷണിയിൽ എഴുതിയിരുന്ന സ്വയംകൃതമായ ആപത്ത് നന്നായിരിക്കുന്നു എന്ന് മുമ്പേ പറഞ്ഞല്ലോ. അതെ അതെ, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ കാണാറുള്ളതിൽ നിന്ന് എന്നേ പറഞ്ഞുള്ളൂ. എനിക്കത് രസിച്ചു എന്നല്ല. ഏതായാലും അയാൾ എനിക്ക് ദോഷമായി തീർന്നിരിക്കുകയാണ്. ഞാൻ അയാളെ കഠിനമായി വെറുക്കുന്നു. കല്യാണിയമ്മ തിടുക്കത്തിൽ ഭർത്താവിനെ തടുത്തുകൊണ്ട്, അയ്യോ, അങ്ങനെ പറയരുതേ. അയാളും നമ്മെപ്പോലെ തന്നെ കുടുംബച്ചെലവ് കഴിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ എഴുതുന്ന ആളായിരിക്കാം. വിശേഷിച്ചും അവിടുത്തെയും അയാളുടെയും രീതികൾ വ്യത്യസ്തങ്ങളായതുകൊണ്ട് അയാളെ ഒരു ശത്രുവായിട്ട് വിചാരിക്കാനേ പാടില്ലല്ലോ. മറുപടിയായി ഗോവിന്ദൻ നായർ ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞു: ഏതായാലും അയാളെപ്പോലെ ഒരാൾ ആളുകൾക്ക് ഹിതമായ വിധത്തിൽ മണ്ടത്തരങ്ങൾ എഴുതാൻ തയ്യാറുള്ളപ്പോൾ പ്രയാസപ്പെട്ടാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഗൗരവപൂർണമായ എൻ്റെ ലേഖനങ്ങളെ വായിക്കാൻ ആരും ഒരുക്കമുണ്ടായിരിക്കില്ല. ഞാനിനി മാസികകളിലേക്ക് ലേഖനങ്ങൾ അയക്കുകയേയില്ല. ഒടുവിൽ നോവൽ പൂർത്തിയാക്കി സഭയ്ക്ക് നിയത ദിവസം അയച്ചു കൊടുത്തു. നോവൽ വളരെ വിശേഷ മാതൃകയിലുള്ള ഒന്നു തന്നെയായിരുന്നു. വളരെ ദരിദ്രനായ ഒരാൾ ക്രമേണ തൻ്റെ പ്രയത്നം കൊണ്ട് പണം സമ്പാദിക്കുന്നതും പിന്നെ അയാൾ അതുകൊണ്ട് വളരെ ഉത്തമ മാർഗത്തിൽ ജീവിച്ചിരിക്കുന്നതുമാണ് കഥയിലെ താല്പര്യം. നോവൽ ഒരു വെറും കഥയായിരുന്നാൽ മാത്രം പോരാ, അതാളുകൾക്ക് ഒരു ശ്രേഷ്ഠമായ പാഠവും കൂടെ ആവിഷ്കരിക്കണമെന്നായിരുന്നു ഗോവിന്ദൻ നായർ നിശ്ചയിച്ചിരുന്നത്. നോവൽ എഴുതുന്നവരൊക്കെ ഈ രണ്ട് തത്വങ്ങളും മനസ്സിലാക്കി തന്നെയാണ് എഴുതാറുള്ളതെങ്കിലും നായരുടെ രീതി ഒന്ന് പ്രത്യേകമായിരുന്നുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നോവൽ അയച്ചതിൽ പിന്നെ തനിക്കിനി കുറേ ദിവസം വിശ്രമം വേണമെന്ന് പറഞ്ഞ് നായർ ഒന്നും എഴുതാതെ സ്വൈരമായിരുന്നു. കല്യാണിയമ്മയ്ക്ക് ഭർത്താവിനെ വളരെ കാര്യമാണെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു. നോവൽ എഴുതുന്ന കാലമെത്രയും കല്യാണിയമ്മ ഗോവിന്ദൻ നായരെ ഒന്നിലും ബുദ്ധിമുട്ടിക്കാറില്ലായിരുന്നു. കടക്കാർ വന്ന് ഉപദ്രവിച്ചാൽ താൻ തന്നെ എന്തെങ്കിലും സമാധാനം പറഞ്ഞയച്ചുകൊള്ളും. കുഞ്ഞുങ്ങൾ കരയാതെ സൂക്ഷിച്ചുകൊണ്ട് അടുക്കള മൂലയിൽ തന്നെ പാവം ഇരുന്നു കൊള്ളും. പുറത്തെങ്ങും വരുന്നതേ കാണാനില്ല. കെട്ടിലെ വാതിൽ എല്ലായ്പ്പോഴും അടച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ബംഗ്ലാവിൽ കേൾക്കാതിരിക്കാനാകും. അവരുടെ ഗതികളിലും എല്ലായ്പ്പോഴും ഒരു സംഭ്രമവും ഒരു ഗോപിതയും തൻ്റെ എല്ലാ പ്രവൃത്തികളിലും മറ്റുള്ളവർ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് പോലെയും ഇരുന്നു. കന്നി 25-ന് നേരം വെളുത്തു. അന്നാണ് സമ്മാനങ്ങളുടെ വിവരം പരസ്യപ്പെടുത്തുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം ഓഡിയോ ബുക്സ് യൂട്യൂബ് ചാനൽ. പ്രസിദ്ധമായാൽ റിപ്പോർട്ട് ഉടൻ കിട്ടുന്നതിനു വേണ്ടി നായർ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. പിറ്റേ ദിവസത്തെ തപാലിൽ ഒരു വലിയ ഭംഗിയും ഒരു കടലാസും വന്നു. സംഭ്രമത്തോടും ഭയത്തോടും ഭംഗി പൊളിച്ചു നോക്കിയപ്പോൾ മുഖത്തുണ്ടായ വിളർച്ചയോടുകൂടി, നോവലിതാ തിരിച്ചു വന്നിരിക്കുന്നു, കഷ്ടം, എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ഒരു കാരണം പോലും പറയുന്നില്ല. തീർച്ചയായും നോവൽ അവർ വായിച്ചു നോക്കിയിട്ട് കൂടെ ഉണ്ടായിരിക്കില്ല. എല്ലാം അവർക്ക് വായിക്കാൻ സമയമുണ്ടാകാനോ പോകുന്നു. സമ്മാനം അവരുടെ പാർശ്വത്തിലുള്ള ആർക്കോ കൊടുത്തിരിക്കും. കടലാസ് സഭ വക റിപ്പോർട്ടായിരുന്നു. പൊട്ടിച്ച് സമ്മാന വിവരങ്ങൾ നോക്കി. സഹജമായ ശാന്തതയിലായിരുന്ന കല്യാണിയമ്മ പരിഭ്രമത്തോടുകൂടി മേശയുടെ വക്കിൽ പിടിച്ചുകൊണ്ട് സമ്മാനം ആർക്ക് കിട്ടി എന്ന് ചോദിച്ചു. ചോദിക്കാനുണ്ടോ? ആ ദ്രോഹി ബാലകൃഷ്ണൻ നായർക്ക് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ ആവിർഭാവം എൻ്റെ നാശത്തിലേക്കായിട്ടാണ്. കല്യാണിയമ്മ വേഗം കടലാസ് മേടിച്ചു നോക്കി. ഒന്നാം സമ്മാനം ₹500 കെ ബാലകൃഷ്ണൻ നായർ എന്ന് അച്ചടിച്ചിരിക്കുന്നത് കണ്ടു. നായർ
ദീർഘമായി ശ്വസിച്ചും കൊണ്ട്, ഈ ബാലകൃഷ്ണൻ നായർ നമുക്ക് നാശകാരണമായി തീർന്നു. കല്യാണിയമ്മ പരിഭ്രമത്തോടുകൂടി, ബാലകൃഷ്ണൻ നായരെക്കുറിച്ച് ഒന്നും പറയരുതേ, ഞാൻ തന്നെയാണ് ബാലകൃഷ്ണൻ നായർ. ഗോവിന്ദൻ നായർ ആശ്ചര്യഭരിതനായി. എന്ത്? എന്താ പറഞ്ഞേ? ഞാൻ തന്നെയാണ് ബാലകൃഷ്ണൻ നായർ എന്ന പേര് വെച്ച് എഴുതാറുള്ളത്. കുഞ്ഞുങ്ങളുടെയും നമ്മുടെയും ചെലവുകൾക്ക് വേറെ ഗതിയൊന്നുമില്ലാഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അമ്മ മരിച്ചതിൽ പിന്നെ നമ്മുടെ ചെലവുകൾക്ക് വളരെ ഞെരുക്കമുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടത്തോടെ എൻ്റെ പല അഭിപ്രായങ്ങളും പറയാറുള്ളത് അവിടുന്ന് നിസ്സാരമായി തള്ളിക്കളഞ്ഞിരുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്കത് ബാധിക്കുമോ എന്ന് നോക്കാനായി ഞാൻ ആദ്യം 1-2 കഥകൾ എഴുതി ചില പത്രങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അവർ ഉടനെ അവയെ സ്വീകരിക്കുകയും മേലും അമ്മാതിരി കഥകൾ അയച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുറെ രൂപ അയച്ചു തരികയും ചെയ്തു. അമ്മ മരിച്ച ആണ്ടടിയന്തിരത്തിന് പണമൊന്നുമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ സഹായം കിട്ടിയത്. പിന്നെ എനിക്ക് പരിചയമില്ലാത്ത ചില പത്രങ്ങളുടെ പ്രവർത്തകന്മാരും കഥകൾ വേണമെന്നാവശ്യപ്പെട്ട് മുമ്പേറെ രൂപ അയച്ചു തന്നു. രൂപയുടെ അത്യാവശ്യം കൊണ്ട് ഞാനത് മടക്കി അയക്കാതെ കഥകൾ എഴുതി അയച്ചു വന്നു. അയക്കും തോറും അവർ പിന്നെയും പിന്നെയും ആവശ്യപ്പെട്ടു വന്നു. അവിടുന്ന് ആഗ്രഹിക്കാറുള്ളതുപോലെ വലിയ തുകയൊന്നും എനിക്ക് ഇതുവരെ പത്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. എങ്കിലും എനിക്ക് ഇച്ഛാഭംഗത്തിന് ഇടവന്നിട്ടില്ല. എനിക്ക് അവിടത്തോട് മത്സരിക്കണമെന്നുള്ള ഒരു ലക്ഷ്യവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്നെ ദേഷിക്കാതിരിക്കണമെന്ന് ഞാനിനി പറയേണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാലം ഞാൻ കല്യാണിയുടെ പ്രയത്നം കൊണ്ട് കിട്ടുന്ന പണം കൂടെ കൊണ്ടാണ് കാലം കഴിച്ചത്. ഞാൻ ഇത് തീരെ സംശയിച്ചിരുന്നില്ല. കടക്കാർ ആരും എന്നെ ഉപദ്രവിക്കാതിരുന്നതിൻ്റെ രഹസ്യം എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഏതായാലും ഇത്രേ പറയാനുള്ളൂ. ഒരു സ്ത്രീ പ്രയത്നം ചെയ്തു കിട്ടുന്ന പണം കൊണ്ട് എനിക്ക് കാലം കഴിക്കേണ്ട. ഇപ്പോൾ നിന്റെയും കുഞ്ഞുങ്ങളുടെയും ചെലവിന് വേണ്ട പണം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായി. ഞാൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നാൽ നിനക്കതൊരു ഭാരമായിട്ടേ തീരുള്ളൂ. ഞാൻ കല്യാണിക്ക് ഒരു സഹായിയായി ഇരിക്കണമെന്ന് ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് പത്രങ്ങളിൽ നിന്ന് കിട്ടാറുള്ള പണം കൊണ്ട് എൻ്റെ ചെലവിന് കൂടെയും തികയില്ലായിരുന്നു എന്നുള്ള കഥ ഞാൻ എങ്ങനെയോ ആലോചിക്കാതെ കഴിഞ്ഞുകൂടി. എന്നാൽ മേലാൽ ഞാൻ ഇവിടെ താമസിക്കുന്നില്ല. ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകുന്നു. സാഹിത്യവുമായുള്ള സംബന്ധം കല്യാണിയുടെ കൂടെ തന്നെ ഞാനിത് ഉപേക്ഷിക്കുന്നു. ഈ കാലത്തെ ആളുകളുടെ രുചിക്കനുസരിച്ചുള്ള സാഹിത്യ പരിശ്രമത്തിന് എന്നെ കൊണ്ട് കൊള്ളില്ല. എൻ്റെ ഇതേവരെയുള്ള പരിശ്രമവും വെറുതെയായി പോയതേ ഉള്ളൂ. ശേഷമുള്ള എൻ്റെ കാലം എൻ്റെ കുടുംബത്തിൽ പോയിരുന്ന് വല്ലതും ഗ്രന്ഥങ്ങൾ വായിച്ചോ കൃഷിജോലികളിൽ സഹോദരന്മാരെ സഹായിച്ചോ ഞാൻ കഴിച്ചു കൂട്ടിക്കൊള്ളാം. സ്വന്തമായ സാഹിത്യ പരിശ്രമത്തിന് ഞാൻ നിശ്ചയമായും തുനിയുകയില്ല. എനിക്ക് ബാലകൃഷ്ണനായ അല്ല കല്യാണിയോട് അസൂയ തോന്നുകയില്ല. ഇന്നുവരെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെനിക്ക് കല്യാണിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന പ്രസിദ്ധിയും ധനവും ബാലകൃഷ്ണൻ നായർ അപഹരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു. ഞാൻ കല്യാണിയുടെ ജീവിതം സന്തോഷകരമാക്കി തീർക്കുന്നതിലേക്കായിട്ടായിരുന്നു ഇത്ര മുഷിഞ്ഞ് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നതും എത്ര മനോവിഷമം ഉണ്ടായിരുന്നിട്ടും നിരാശപ്പെടാതിരുന്നതും. ഏതായാലും ഞാനിപ്പോൾ കൃതാർത്ഥനായി. ഗോവിന്ദൻ നായർ യാത്രയ്ക്കായി ഒരുങ്ങി. പൂർണ്ണ ഗർഭിണിയായി തന്നെ അപ്പോൾ ഉപേക്ഷിച്ചു പോയാൽ താൻ നിസ്സഹായിനിയായി തീരുമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രസവം കഴിയുന്നതുവരേക്കും താൻ അവിടെ അതിഥിയായി താമസിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ കല്യാണിയമ്മ പ്രസവിച്ചു. ഉച്ചയായപ്പോൾ ഭർത്താവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. നായർ മുറിയുടെ വാതിലിനടുത്ത് പോയി സംശയിച്ചു നിന്നു. അപ്പോൾ വളരെ ക്ഷീണിച്ച സ്വരത്തിൽ, "അകത്ത് വരണം, എനിക്ക് ഉറക്കെ സംസാരിക്കാൻ വയ്യ" എന്ന് കല്യാണിയമ്മ പറഞ്ഞു. അകത്ത് ചെന്നപ്പോൾ കല്യാണിയമ്മ പറയുന്നു, "കുഞ്ഞുങ്ങളെയെല്ലാം സൂക്ഷിച്ചു കൊള്ളണം. അവർക്ക് വേറെ ആരുമില്ല. ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു." പെട്ടെന്നുണ്ടായ നടുക്കത്തോടുകൂടി നായർ കല്യാണിയമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, "അയ്യോ കല്യാണി, നീ എന്നെ ആരെ ഏൽപ്പിക്കുന്നു? ഞാനിനി എന്തു ചെയ്യും?" എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു.
ഞാൻ തനിച്ച് കുഞ്ഞുങ്ങളുമായി പാർക്കുന്നതിന് ഇടവരാതെ ഞാൻ മരിക്കുന്നത് തന്നെയാണ് ഉത്തമം. ആ നോവൽ എഴുതിക്കൊണ്ടിരുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം എനിക്ക് ഇത്ര കലശലായ ക്ഷീണം നേരിട്ടത്. ഏതായാലും നന്നായി. അവിടുന്ന് ആ സമ്മാനസംഖ്യയും അച്ചടിപ്പിക്കാൻ ആരെങ്കിലും കോപ്പിറൈറ്റിന് പണം തരുന്നെങ്കിൽ അതും മേടിച്ച് കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി വെച്ചുകൊള്ളുമോ? കല്യാണി മരിക്കുകയാണെങ്കിൽ ഞാൻ ആ പണം കൈകൊണ്ട് തൊടില്ല. ഞാൻ മരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ കല്യാണി പറയുന്നത് പോലെ കേട്ട് നടന്നുകൊള്ളാം. മേലാൽ കല്യാണിയുടെ സാഹിത്യ ജീവിതത്തിൽ എന്നെക്കൊണ്ട് വേണ്ടി വരാവുന്ന ഏത് സഹായവും ചെയ്യാനും എൻ്റെ സ്വന്തം ശ്രമങ്ങൾ കല്യാണിയുടെ അഭിപ്രായത്തിനനുസരിച്ച് ഭേദം ചെയ്തു കൊള്ളുന്നതിനും ഞാൻ തയ്യാറാണ്. കല്യാണി മരിക്കില്ലെന്ന് പറയും. എനിക്ക് നിന്നേക്കാൾ സ്നേഹമോ ബഹുമാനമോ തോന്നുന്നവരായി ഈ ലോകത്തിൽ ആരും തന്നെയില്ല. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ച് പോയി കളയുമോ? ഇല്ല കല്യാണി, എൻ്റെ ഹൃദയം നിന്നിൽ നിക്ഷേപിച്ചിട്ട് ഞാൻ എവിടെ പോകുന്നു? എന്നാൽ ഞാൻ മരിക്കുകയില്ല. മേലാൽ നമുക്ക് ഒരുമിച്ച് സാഹിത്യ പരിശ്രമം ചെയ്ത് കാലം കഴിച്ചുകൂട്ടാം. ഹാ കല്യാണി, ഞാൻ ഇനി ഒരിക്കലും സ്ത്രീകൾക്ക് തലച്ചോറില്ലെന്ന് പറയുകയില്ല. ഇത് സത്യം. എം സരസ്വതിബായി രചിച്ച തലച്ചോറില്ലാത്ത സ്ത്രീകൾ എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.